നമ്മൾ ഇനി പറയാൻ പോകുന്നത് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. നമുക്കറിയാം ആക്ച്വലി ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? ദാറ്റ് ഈസ് ഗാൽവനോമീറ്റർ, വോൾട്ട്മീറ്റർ, അമ്മീറ്റർ. Galvanometer is used to find the presence of current in any circuit. കറണ്ട് ഉണ്ടെങ്കിൽ ഒരു വശത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യും. സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്, കറണ്ട് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇപ്പുറത്തോട്ട് ഡിഫ്ലക്ട് ചെയ്യും. നമ്മളിതിനു മുമ്പ് 2-3 ഹെഡിങ് വീസ്റ്റോൺ ബ്രിഡ്ജ്, അതിനുശേഷം മീറ്റർ ബ്രിഡ്ജൊക്കെ പറഞ്ഞപ്പം ഗാൽവനോമീറ്ററിന്റെ നൾ ഡിഫ്ലക്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞാണ്. സോ ഗാൽവനോമീറ്റർ ഗീവ്സ് ദ പ്രസൻസ് ഓർ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട്. ഇനി അങ്ങനെ ഗാൽവനോമീറ്റർ ഉണ്ടെങ്കിൽ എന്തിനാണ് നമുക്ക് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ? ഇങ്ങനെയൊക്കെ ചോദിക്കും. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് യൂസ്ഡ് ടു മെഷർ വെരി സ്മോൾ കറണ്ട്. വളരെ ചെറിയ ഒരു കറണ്ടിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻8 ആംപിയർ. കണ്ടോ, ഒരു ചെറിയ കറണ്ട് 10⁻⁻8 ആംപിയറിൽ ഒരു ചെറിയ കറണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഓക്കെ, കേൾക്കാലോ? സോ ഇനി അതിനകത്ത് വാട്ട് ഈസ് എ പ്രിൻസിപ്പിൾ? എന്താണ് വാട്ട് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ? ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ലോറൻസ് ഫോഴ്സ് പറഞ്ഞു. ലോറൻസ് ഫോഴ്സ് ഇതാണ് പറയുന്നത്: ഇഫ് എനി കറണ്ട് ഐ ഫ്ലോയിങ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് ബി, അപ്പൊ അവിടെ എന്നാ ഉണ്ടാവും? then there is a force developed. 2 കണ്ടക്ടർ അടുപ്പിച്ച് വെച്ചാൽ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് അങ്ങോട്ടും അങ്ങോട്ടും അടുക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത് അത് അകലും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ നബി എന്നൊക്കെ പ്രൂവ് ചെയ്തതാണ് QVB-ക്കകത്ത്. then there is a force developed. that means ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ, that if you placed in the presence of an external magnetic field B, then a force is developed. Okay, due to that force this conductor is deflected. വളരെ ചെറിയ ഒരു കറണ്ടിന്റെ അളവ് ഇത് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. കൺസിഡർ 2 മാഗ്നറ്റ്, അതായത് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. Let's consider this is a north pole. ഞാനിവിടെ ബാർ മാഗ്നറ്റ് അല്ല വരയ്ക്കുന്നത്, പകരം ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. ഹോഴ്സ് ഷൂ എന്ന് പറഞ്ഞാൽ എന്നാ? കുതിരയുടെ ലാടെന്നൊക്കെ പറയും. അപ്പം അതിനിവിടെ ഒരു സെമി സർക്കുലർ ഷേപ്പാണ് ഇവിടെ ഇങ്ങനെ. ഇതിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് നോർത്ത് പോൾ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് സൗത്ത് പോൾ, ഓൾ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകും, ഇത് ഇവിടുന്ന് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഇങ്ങോട്ട് പോകും. അപ്പൊ ഇതിന്റെ സെന്ററിൽ ഓൾ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് എനി പോയിന്റ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ മാഗ്നറ്റിക് ഫീൽഡുകളെല്ലാം കൂട്ടിമുട്ടും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമുക്കൊരു സർക്കുലർ കോയിൽ വേണം കറണ്ട് കടന്നു പോകാൻ വേണ്ടി. സോ ലെറ്റ് കൺസിഡർ there is n or very large number of circular coil. കറണ്ട് കടന്നു പോകുന്ന വളരെയധികം സർക്കുലർ കോയിലുകളെ ചുറ്റിയെടുത്ത് നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ സെൻട്രൽ പോയിന്റിന് ചുറ്റും വയ്ക്കും. സോ
current is flowing through this conductor. Okay. ഇനി എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ റെക്ടാങ്കുലർ കോയിൽ, ദിസ് ഇസ് എ റെക്ടാങ്കുലർ കോയിൽ, rectangular with a large number of turns or coil, large number of turns. തീർന്നില്ല. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ സെന്ററിൽ നമ്മളൊരു മിറർ വെക്കണം, ഈ കൃത്യ നടുവനടുത്ത്. Consider this is a mirror, a reflecting mirror that is placed at the center of this circular coil. ഇനി ഈ മിററിന്റെ ഡിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടി ഈ മിററിനെ നമ്മളിവിടെ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു വള്ളിയിലോട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഹാങ് ചെയ്തിടും. മനസ്സിലായല്ലോ? ഇനി എന്നാ സംഭവിക്കണേന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴെങ്കിലും നമ്മളിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇപ്പം നോർത്തിൽ നിന്ന് സൗത്ത്, അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടെ ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ നെറ്റ് ഡയറക്ഷൻ ഇങ്ങനെയാന്ന് പറയും, ബി. ഇവിടെ കറണ്ട് ഒഴുകി വരുമ്പോൾ ഇവിടെ രണ്ടും പാരലായി പോകും. പക്ഷെ ഈ ഒരു ഡയറക്ഷനിൽ ഐ എന്ന് പറയുന്നത് കറണ്ട് ആയിട്ട് പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ ഇങ്ങനെ ഒഴുകി ഇവിടെ തിരിച്ചു വരുമ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. സോ റെക്ടാങ്കുലർ കോയിൽ ഓഫ് ലാർജ് നമ്പർ ഓഫ് ടേൺസ്, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആണ് ഉപയോഗിക്കുന്നത്. വൗണ്ട് ഓവർ എ സോഫ്റ്റ് മെറ്റാലിക് അയൺ കോർ. കോയിൽ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഹോഴ്സ്ഷൂ മാഗ്നറ്റ് that has concave shape. A plain mirror attached to the wire to show the deflection. ഇവിടെ ഈ കോയിലിന് എന്തെങ്കിലും ഈ സർക്കുലർ കോയിലുമായിട്ട് നമ്മൾ ഒരു മിററിനെ അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് എ മിറർ ടു ദി സർക്കുലർ കോയിൽ. അപ്പോൾ ഈ സർക്കുലർ കോയിലിൽ ഈ ലോറൻസ് ഫോഴ്സ് മൂലം എന്തെങ്കിലും ഒരു ഡിഫ്ലക്ഷൻ, ഒരു ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മളുടെ മിററും ഡിഫ്ലക്റ്റ്. ഇതൊരു സെറ്റപ്പാണ് ഇങ്ങനെ. ഇനി എന്നാ ചെയ്യുന്ന വെച്ചാൽ ഇത്രയും കൊണ്ട് തീരുവല്ല ഇത്. ഇതിൻ്റെ എതിർവശത്ത് നമ്മളൊരു മിറർ വെക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മിറർ എന്നൊക്കെ ഒരു സ്കെയിൽ വെക്കും, 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്കെയിൽ വെക്കും, വരച്ചിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ സെൻറ്റർ നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇതിൻ്റെ കൃത്യം ഡിഫ്ലക്ഷൻ ആദ്യം എനിക്ക് ഇവിടെയാണ് അവിടെ നിന്ന് ലൈറ്റ് അടിപ്പിക്കുക. ഒരു ലൈറ്റ് അടുപ്പ് ചെയ്യുമ്പോൾ ഈ മിററെ തട്ടി ആ മിററിന്റെ റിഫ്ലക്ഷൻ എനിക്ക് ഇവിടെ കിട്ടിയെന്ന് നോക്കുക. ദാറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഫ്രം ദ മിറർ. നന്നായിട്ട് അറിയണം കേട്ടോ. അറിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് എഴുതാൻ. റിഫ്ലക്ഷൻ ഫ്രം ദ മിറർ ഈസ് ഒബ്ടൈൻഡ് ഹിയർ. ഇനി നോക്കിയാൽ ഒരു ചെറിയ ഡിഫ്ലക്ഷൻ ഇതിനുണ്ടായി കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. മനസ്സിലായോ? ഇതിനിങ്ങോട്ട് മൂവ് ചെയ്യുക. ഈ കോയിൽ ഇങ്ങോട്ടാണ് തിരിയുന്നത്, ലെഫ്റ്റിലേക്കാണ് തിരിയുന്നതെങ്കിൽ ഈ റിഫ്ലക്ഷൻ ആയി കിടക്കുന്ന വെട്ടത്തിന് ഇങ്ങോട്ട് തിരിയുക. സോ ഇതിനെ ഇങ്ങോട്ടാണെങ്കിലും 1 2 3 4 5 എന്ന് സ്കെയിൽ മാർക്ക് ചെയ്യും. ഇവിടെ 1 2 3 4 5 എന്ന് മാർക്ക് ചെയ്യും. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡിഫ്ലക്ഷനെ, ഇപ്പം ഇവിടുന്ന് ഒരു ഡിഫ്ലക്ഷൻ വലത്തേക്കുണ്ടായി, ഇതായിരുന്നു നമ്മുടെ ആദ്യം മിററിൻ്റെ റിഫ്ലക്ഷൻ ഇരുന്ന പോയിന്റ്. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ കറണ്ട് കടത്തി വിട്ട് മൂവിങ് കോയിൽ, ഈ കോയിലിനകത്തോടെ ഒരു ചെറിയ കറണ്ട് കടത്തി വിട്ടപ്പം അവിടെ ഒരു ഫീൽഡ് ഉണ്ടായി. മാഗ്നറ്റിക് ഫീൽഡിനകത്തോടെ പോയപ്പോൾ ഒരു ലോറൻസ് ഫോഴ്സ് ഉണ്ടായി. ആ ലോറൻസ് ഫോഴ്സ് മൂലം ഇവിടെ ഇരുന്ന ഈ റിഫ്ലക്ഷൻ ഇങ്ങോട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ആർക്ക് ബൈ റേഡിയസ്, ഈ ഡിസ്റ്റൻസും എടുത്താൽ ഇതിനകത്ത് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഹോഴ്സ്ഷൂ മാഗ്നറ്റിന്റെ നടുക്ക് മാഗ്നറ്റിക് ഫീൽഡുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ ചുറ്റും ഒരു നമുക്ക് കറണ്ട് കടന്നു പോകുന്ന, എത്രയാണോ കറണ്ട് എന്ന് അളക്കണ്ട, ആ കറണ്ടിനെ അളക്കണം നമുക്ക്. ആ കറണ്ട് കടന്നു പോകുന്ന സർക്കുലർ കോയിൽ അല്ലെങ്കിൽ റെക്ടാങ്കുലർ കോയിലുകളെ വെക്കുക. അതിന് നടുക്ക് ആ കോയിലിലേക്ക് ഒരു മിററിനെ ഹാങ് ചെയ്തിടുക.
അപ്പോൾ by Lorentz force, it is mirror is placed in the magnetic field and is connected to this rectangular coil. Then if there is any current flow through this this rectangular coil, then in the presence of magnetic field, a Lorentz force is formed and the coil is deflected, and the mirror connected to that coil is also deflected. ആ ഡിഫ്ലക്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആംഗിളാണ് ആ ഡിഫ്ലക്ഷൻ ഉണ്ടായെന്ന് നമുക്കറിയാൻ പറ്റും. ഒന്നുകൂടെ പറയുകയാണ്, ഒരു ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എന്തിനാണ് ഉപയോഗിച്ചത്? എല്ലാ മാഗ്നറ്റിക് ഫീൽഡിനെയും ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അങ്ങനെ ഇരിക്കുന്ന ഒരു ഹോഴ്സ് ഷൂ മാഗ്നറ്റിന്റെ ഈ ഒരു പോയിന്റിൽ എല്ലാ മാഗ്നറ്റിക് ഫീൽഡും കോൺസെൻട്രേറ്റ് ചെയ്യും. അതിന് ചുറ്റും ഒരു റെക്ടാങ്കുലർ കോയിൽ എടുത്തു വെക്കുന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, വളരെ ചെറിയ ഒരു കറണ്ടിന്റെ അളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, MCG. ആ കറണ്ടിന്റെ അളവ് എത്രയാണെന്ന് അളന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം ഇതാണ്. ഇതിന്റെ കൃത്യം സെന്റർ വരുന്നിടത്തേക്ക് ഒരു മിററിനെ അറ്റാച്ച് ചെയ്തിരും. അപ്പൊ നമുക്കറിയാം ലോറൻസ് ഫോഴ്സ് ഉണ്ടാകും. ഒരു മാഗ്നറ്റിക് ഫീൽഡും ഒരു കറണ്ടും ഉണ്ടെങ്കിൽ ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഞാൻ 3 വിരൽ വെച്ച് പെർപെൻഡിക്കുലർ ആയിട്ട് പറഞ്ഞായിരുന്നു, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡിനും കറണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഫോഴ്സ് ഉണ്ടാകുമ്പം ആ ഫോഴ്സ് എത്രയാണോ അത് ഈ കറണ്ടിനെ ആശ്രയിച്ചിരിക്കും. കറണ്ട് കൂടിയ ഡിഫ്ലക്ഷൻ കൂടും, ഡിഫ്ലക്ഷൻ കൂടിയ തീറ്റ കൂടും. മനസ്സിലായില്ലേ? അപ്പം ഈ ഡിഫ്ലക്ഷൻ എത്രമാത്രം ഈ സ്കെയിലിൽ നമുക്ക് കിട്ടി, അങ്ങേയറ്റത്ത് ഒരു 1 മീറ്റർ സ്കെയിലാണ് വെക്കണം. ആ സ്കെയില് ഡിഫ്ലക്ഷൻ എത്രമാത്രം കിട്ടിയോ ആ ഡിഫ്ലക്ഷൻ അളന്ന് വേണം നമുക്ക് ഇതിനകത്തെ ഐയുടെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ അതിന്റെ സ്റ്റെപ്പിലേക്ക് ഞാൻ പോവാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. സോ നമുക്ക് ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രം നമുക്കറിയാം. F is equal to Q into VB, അല്ലെ QVB sin θ ആയിരുന്നു അല്ലെ. F equal to QE plus Q into VB ആണ്. ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് F is equal to QVB. sin θ എന്ന് പറയുമ്പം കറണ്ട് ഒഴുകുന്നതിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഇങ്ങോട്ട് വലത്തേക്കും കറണ്ടിന്റെ ഇങ്ങോട്ടുള്ള ഡയറക്ഷനുമാണ് എടുത്തത്. പെർപെൻഡിക്കുലർ ആയപ്പം Q into V cross B sin θ sin 91 ആയിപ്പോയി. സോ F equal to QVB. ഞാൻ ഒരു എഫിന്റെ ഇക്വേഷൻ BIA അല്ലെ ഞാൻ ബി എന്ന് എഴുതി തന്നതായിരുന്നു, ഒരു ടോർക്കിന്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. Q into എല്ലാണ് ഡിസ്റ്റൻസ് എങ്കിൽ L/T ആണ് വെലോസിറ്റി ഇൻറ്റു ബി. അതിനകത്ത് Q/T ഒരുമിച്ചെടുക്കണം. Q/T ഒരുമിച്ചെടുക്കുമ്പം അത് കറണ്ട് ആവും. I into L into B ആവും. ദാറ്റ് ഈസ് എ ഫോഴ്സ്. അതിനാണ് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ബില്ലെന്ന് പറഞ്ഞത്. F is equal to QVB or F equal to bill. ഇനി ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one of the force into perpendicular distance. one of the force മോളിൽ കണ്ടുപിടിച്ചു BIL എന്ന്. ഞാൻ പറയാണ്, ഇതിപ്പം ലെങ്ത് ഒരു വശത്തേക്കുള്ളതിന് ലെങ്ത് എടുത്താൽ മറ്റതിനെ ബ്രെഡ്ത്ത് B എന്ന് എടുക്കാം. വൺ ഓഫ് ദ ലെങ്ത് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം എല്ലാം ഇവിടെ എടുത്തെങ്കിൽ B എന്ന് എഴുതാം. അപ്പൊ B ഇൻറ്റു I ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ ഏരിയ ആവും, BIA എന്നാവും. അതിനെ നമ്മൾ ഇഫ് ദെയർ ആർ n ടേൺസ് ഉണ്ടെങ്കിൽ n കൊണ്ട് ഗുണിക്കണം, n ഇൻറ്റു BIA എന്നാകും. അതിനെയാണ് ഞാൻ പഠിക്കാൻ എളുപ്പത്തിന് നിങ്ങളോട് പറഞ്ഞു തന്നെ നബി എന്ന് വായിച്ചാൽ. ടോ ഈസ് ഈക്വൽ ടു നബി. ഓക്കെ, ഇവിടം വരെയും ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നു, ഇതുപോലെ നമ്മുടെ സർക്കുലർ ലൂപ്പിലൂടെ ഒരു കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഈ വയറിന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. നിങ്ങൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇലാസ്റ്റിസിറ്റി അറിയാവോ? ഇലാസ്റ്റിസിറ്റി, ഹലോ, ഇലാസ്റ്റിറ്റിയിൽ നമ്മൾ പറയുന്നത് ഇതാണ്. ഇപ്പം ഇലാസ്റ്റിറ്റി അല്ലെ ഇലാസ്റ്റിക് ലിമിറ്റ് ഉള്ള ഒരു പോയിന്റിനെ നമ്മളിപ്പം ഒരു വശത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ വസ്തു എന്നാ ചെയ്യും? ഇറ്റ് ട്രൈ ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ അല്ലേ. ട്രൈ ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ.
അല്ലെ അത് ആദ്യം ഇരുന്ന അവസ്ഥയിലേക്ക് വരാൻ അത് ശ്രമിക്കും. അപ്പം നമ്മൾ അവിടെ തീറ്റ ആണ് ആംഗിളെങ്കിൽ അവിടെ ഇത് തിരിച്ചു വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിങ് കപ്പിൾ. കേട്ടിട്ടുണ്ടോ? റീസ്റ്റോറിങ് കപ്പിൾ. റീസ്റ്റോറിങ് കപ്പിൾ ഈസ് ഈക്വൽ ടു കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് സി ഇൻറ്റു തീറ്റ ആണ്. അവിടെ സി എന്നാണ്? കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. അതായത് അങ്ങോട്ടുണ്ടാകുന്ന ഒരു നമ്മുടെ റിലേറ്റീവ് മോഡ്യൂൾസ് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആ ബോഡിക്കകത്ത് തന്നെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് ഉണ്ടാകും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസ് ഒക്കെ പഠിച്ചതല്ലേ? ഷിയർ മോഡുലസ് ഒക്കെ പഠിച്ചതാണ്. അതിനകത്ത് നമ്മൾ ഷിയറിന്റെ കേസിൽ ഒരു തീറ്റ ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിങ് കപ്പിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് സി തീറ്റയാണ്. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇതാണ് റീസ്റ്റോറിങ് ഫോഴ്സ്, ടോർക്കാണ് മറ്റേ ഫോഴ്സ്. അപ്പൊ വി ക്യാൻ ഇക്വേറ്റ് 1 and 2. സോ 1 equal to 2, ദാറ്റ് മീൻസ് നബി ഈസ് ഈക്വൽ ടു സി തീറ്റ. നബി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു തീറ്റ. അതിനകത്ത് എനിക്ക് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഐ ഈസ് ഈക്വൽ ടു സി തീറ്റ ഡിവൈഡഡ് ബൈ എൻ എ ബി. ശരിക്കും ഇവിടെ കൊണ്ട് നമ്മൾ ഡെറിവേഷൻ തീർന്നു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പൊ നോക്കിയേ, കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഓരോ വയറിനെയും ആശ്രയിച്ചിരിക്കും, മെറ്റീരിയലിനെ ആശ്രയിച്ചിരിക്കും. ഈ മിററിന്റെ ഡിഫ്ലക്ഷൻ കറണ്ട് കടന്നു പോയപ്പോൾ എവിടം മുതൽ എവിടം വരെ മാറി എന്നതിനകത്ത് തീറ്റ കണ്ടുപിടിക്കാം. എൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഈ എത്ര റെക്ടാങ്കുലർ കോയിൽ ഉണ്ടെന്നാണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതിൻ്റെ ഏരിയ ആണ്. ബി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ ഈ സി ബൈ എൻ എ ബി എന്ന് പറയുന്ന ഈ വാല്യൂ എല്ലാം കൂടെ ചേർത്ത് അതൊരു കോൺസ്റ്റന്റ് ആണ്. സോ ഐ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു തീറ്റ എന്ന് എഴുതാം. സോ വി ക്യാൻ കോൺസ്റ്റന്റ് മാറ്റി കഴിഞ്ഞാൽ ഐ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു തീറ്റ. അപ്പം എന്ത് ചെയ്യണം? മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന് എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടായി എന്ന് തീറ്റയിൽ മെഷർ ചെയ്തെടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഐ കണ്ടുപിടിക്കാം. സോ ദിസ് വയ ഇങ്ങനെയാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിലെ വളരെ ചെറിയ കറണ്ടിന്റെ വാല്യൂ അളന്നെടുക്കുന്നത്. ദാറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ തീറ്റ വാല്യൂ. ഓർ എത്രമാത്രം ഈ ലോറൻസ് ഫോഴ്സ് ഉണ്ടായിട്ട് ആ മിററിന് ഡിഫ്ലക്ഷൻ നടന്നു, ആ സ്കെയിലിൽ ആദ്യം ഇരുന്നിടുന്ന് എത്രമാത്രം ഡിഫ്ലക്ഷൻ മാറി എന്ന് ഓർക്കുക. ആർക്ക് ബൈ റേഡിയസ്. ഇവിടെ ഇപ്പം മാറിയ ഡിസ്റ്റൻസ് നമുക്ക് അളക്കാം. ഇവിടെയാണെങ്കിൽ 3 എന്ന് അളക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് റേഡിയസ് 5 ആണെങ്കിൽ 3/5 ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയുന്നതായിരിക്കും തീറ്റ. അപ്പം നമുക്കൊരു തീറ്റയുടെ വാല്യൂ കിട്ടും. ആ തീറ്റയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ. വി ക്യാൻ ഫൈൻഡ് ഔട്ട് the value or very small value of the current by using this equation. I is equal to c theta divided by n into a into b. ഇങ്ങനെ വളരെ ചെറിയ ഒരു എമൗണ്ട് ഓഫ് കറണ്ടിന്റെ പ്രസൻസ് അളക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ.